നിലവിലെ കൺവെൻഷൻ രണ്ടാം ദിവസമായ ജനുവരി 23 സാക്ഷിയനുസരിച്ചൊരു യുവജന മദ്യത്തിനും മയക്കുമരുന്നിനും സോഷ്യൽ മീഡിയയിൽ അടിമപ്പെട്ടൊരു മാനവ സമൂഹം മാനവരാഷ്ട്ര അത്താനാസ് തിരുമനസ്സുകൊണ്ട് സമാപന സന്ദേശം നിർവഹിക്കുന്നു. ഏവരെയും ഈ ആത്മീയ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ജെ വി കൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്ഥലങ്ങൾ അങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. ഇന്ന് ഞായറാഴ്ച അപ്പം നമ്മൾ എങ്ങോട്ടേക്കും പോകേണ്ടതെന്ന് ഓർത്ത് നമ്മൾ കുറേ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. അപ്പം കാരണം വണ്ടി മൊത്തം ചെറിയൊരു പണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം കാരണം നമ്മൾ പോയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു ഞങ്ങൾ ക്രിസ്മസിനൊക്കെ ഈറ്റ വെട്ടുന്ന അവിടെ നിറച്ച് ഈറ്റക്കാട്. അപ്പം അത് കാണാൻ അടിപൊളി സ്ഥലം. അപ്പം എന്തായാലും നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് പോയി കണ്ടെത്താം. ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൊളിഞ്ഞാലെന്ന് പറയും. പൊളിഞ്ഞാലത്ത് നമ്മൾ എന്നിട്ട് സൂര്യനാറ് പോകുമ്പോൾ അവിടെ സൂര്യനാറ് പോകുമ്പോൾ ഹിൽസ് ബേക്കറി കേട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അത് അങ്ങനെ എല്ലാവരും കേൾക്കാൻ ചാൻസ് ഇല്ലല്ലോ, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആ പുറകിൽ വന്നില്ലേ സ്കൂട്ടിക്കാരുടെ, അതിന്റെ മേത്തോട്ട് നോക്കിയാണ് ആവേശം കൂടിപ്പോയതാ. വണ്ടി ഇവിടെ വെച്ചിട്ട് വെച്ചോ, ഇവിടെ വെച്ചിട്ട് വാ. തണല് നോക്കട്ടെ. കടയുടെ അങ്ങോട്ട് കയറ്റിക്കാം. അവരുടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. അത് കമ്പനി എവിടെ വെച്ചു, ഇവിടെയോ വണ്ടി കിടക്കില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഹിൽസ് ബേക്കറി. അവരുടെ ഒരു കമ്പനിയുടെ ഒരു ഭാഗമായി കാണുന്നത്. അപ്പം നമുക്ക് ഇതുവഴി താഴത്തേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇതേ കാണുന്നത് കേട്ടോ ഹിൽസ് ബേക്കറി. പാർക്ക് ചെയ്താണ്. അപ്പം നമുക്ക് എന്തായാലും പോകാം. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഹിൽസ് ബേക്കറി. പുള്ളി കേസിലായിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. ഹിൽസ് ബേക്കറി അങ്ങോട്ടേക്ക് പോണേ ഇതേ മേളിൽ കാണുന്ന കേട്ടോ നമ്മുടെ ഈറ്റക്കാട്. അങ്ങോട്ടൊക്കെ പോണ്ടേ. വഴിയൊക്കെ നേരത്തെ പോലെ അല്ല, നേരത്തെ കാട് പിടിച്ചാൽ കിടന്ന്. ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. മണ്ണൊക്കെ അടിച്ച് കാട് കളഞ്ഞു അല്ലേ ചേച്ചി? ഇവിടെ കിടന്ന് നേരത്തെയാണെങ്കിൽ നമ്മൾ കാട്ടിക്കട കയറി പോകണമായിരുന്നു.
പക്ഷെ പണ്ട് നല്ല രസമായിരുന്നു വഴിയൊക്കെ. കയറിപ്പോകാൻ കുറച്ച് ടാസ്ക് ആണെന്നെങ്കിലും ഇപ്പോൾ ഇവിടെയൊക്കെ വീടൊന്നുമില്ലേ. പണ്ട് നീ ഓർക്കണ്ടോ ഇവിടെ ആ പടിക്ക് ഒരു സാധനം മാത്രമല്ലായിരുന്നു, ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയായിരുന്നു. പിന്നെ ഗ്രൗണ്ട് പോലെ ഇതേ കാണുന്നേട്ടോ നമ്മുടെ പെട്ടിപ്പൊടി, അതിൻ്റെ ഒരു പൊക്കത്ത് ഒരു ദിവസം പോകണം. ഇവിടെയൊക്കെ മൊത്തം കപ്പയാ. ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കപ്പ കൃഷി ആയിരിക്കും കൂടുതൽ കാണല്ലേ. നേരത്തെ ഇവിടെയൊക്കെ മൊത്തം മറ്റേ ഇതല്ലായിരുന്നു ഇതിലടി, മറ്റേ ചെളി പോലത്തെ ചതുപ്പ് ചേമ്പ്. ഇതെവിടെ ഇതെന്നാ വീടൊക്കെ പണിത് വെച്ചു ആ കാട്ടിക്കൊണ്ടേ. അത് ഓർമ്മയില്ലായിരുന്നു അവിടെ നേരത്തെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇതല്ലേ ഉണ്ടാക്കി വെച്ചോ കഴിഞ്ഞ പ്രാവശ്യം ഷീറ്റ് തൊട്ട് വന്നപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ നിരപ്പാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സ്ഥലമല്ലേ. ഇവിടെ കണ്ടേ ആരുടെ ഈ വീട് വെച്ച്. ഇനി ഇതുവഴി മേളിലേക്ക് കയറി പോകണം നമുക്ക്. പേടിച്ചു പോയല്ലോ. ഇല്ല പാമ്പും പഴുതാര വല്ല ഉണ്ടാവോ? അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മേലേക്ക് കയറിപ്പോണ്ടോ? അറിയില്ല. പോടാ വേഗം പോകാൻ പറഞ്ഞോ. ചെടിയുണ്ട് പക്ഷെ അത്ര ഇത് ചെടിയുണ്ട് പക്ഷേ നല്ല ഇച്ചിരി ഉറച്ചു കിടക്കണേ. പക്ഷെ മഴ പെയ്താണ്ടല്ലോ മൊത്തം ചെളി. ദുഴിയല്ലേ ഭാർഗവി നിലയം പോലത്തെ വീട്. നേരത്തെ ഇവിടെ വന്നിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കാറുണ്ട്. ഇതാട്ടോ കാണുന്ന നമ്മുടെ സ്ഥലം. ഇവിടെ ഇട്ടാ നേരത്തെ മറ്റേ ഇതിനെയൊക്കെ പോത്തിനെ കെട്ടണ ഇവിടെ ഇട്ടായിരുന്നു നേരത്തെ ഈ ഇറക്കാൻ കൊണ്ടുവന്നൊക്കെ. എന്നിട്ട് അങ്ങനെ നമ്മള് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ മണ്ടയിലേക്കാട്ടോ. ഇതിൻ്റെ മണ്ടയിലേക്ക് പോകണം. മേളിലായിട്ടേ കാട്. നമുക്ക് എന്തായാലും ഈ വഴിക്കൂടെ കയറി പോകണം ഫുൾ ഇതായിട്ട്. ഇച്ചിരി തെന്നിയും വെള്ളവും കാലൊക്കെ പക്ഷെ നല്ല രസമായിരിക്കും. എന്നാ പറഞ്ഞ ഒരു എന്താ പറഞ്ഞ നല്ലൊരു ക്ലൈമറ്റ്. വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. വെള്ളത്തിന് തന്നെയല്ല ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കാടിൻ്റെ ഒക്കെ നടുക്ക് പോയ ഒരു ഫീലാ സത്യം പറഞ്ഞാൽ. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാ കേട്ടോ. മേളിലേക്ക് കയറുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് മേളിലേക്ക് കയറില്ല. നിക്ക് ഞാനും വരട്ടെ. ഇത് കേറി വരട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. എടാ വെള്ളം നോക്കിയാ വെള്ളം തണുപ്പ്. തണുപ്പാ നീ നമ്മളിവിടെ കാലി ഔട്ടുമ്പോ തന്നെ അറിയാലോ. ഞാൻ നനയാണ്ട് കയറി പോണതാ. ഇതിൽ കൂടെ തന്നെ നമ്മൾ മേളിലേക്ക് കയറി പോകണം കേട്ടോ. തെന്നിത്തെറിച്ച് പോകാമെന്നറിയില്ല. എന്തായാലും മേളിലേക്ക് കയറി പോവാം. പോട്ടെ കയറി പോട്ടെ. എന്തിനാ ഞാനും ചെരുപ്പ് ഊരണോ? അല്ല എനിക്ക് ചെരുപ്പ് പോയി കഴിഞ്ഞാൽ ഞാൻ തെന്നിപ്പോയാലോ. പോട്ടെ
ഇതുവഴി കയറി പോണേ. നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ പോലും ഈ വെള്ളത്തിന്റെ സൗണ്ട് കാരണം. മണ്ടയിലേക്ക് പോട്ടെ. വള്ളിക്ക് മൗഗ്ലീന്നാ. ഇതിവിടെ കാണുന്ന മര കേട്ടോ, ഡേഞ്ചർ മര. പടർന്ന് മറ്റേ ആൽമരം പോലെ പിടിച്ചേക്കുക. ഫെസിലിറ്റി ആടി കളിക്കല്ലേ, താഴത്തേക്ക് അങ്ങനെ ഉരുണ്ട് വീണെങ്കിൽ എനിക്ക് പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. വേഗം പോട്ടെ. പക്ഷെ നമ്മളൊരു കാടിന് അടുക്കിക്കണമല്ലേ അല്ലേ തോന്നണേ. അമ്മേ ഇവിടുന്ന് നോക്കിയാൽ ചെറുതായിട്ട് കാണാം ഹിൽസ് ബേക്കറി. അപ്പം അതെ, ഇവിടെയാണ് ഞങ്ങളുടെ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും വന്നിരിക്കും. ഇവിടെയൊക്കെ വന്നിരിക്കും. വല്ല ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ അവന്മാര് ഇവിടുന്ന് തൊട്ട് ഈറ്റക്കാടൊക്കെ മുകളിലേക്ക് കൊടുക്കും കേട്ടോ. സെൽഫി വന്നേ. കയറി ഇവിടെ മണ്ടയിൽ വരെ എത്തിയേക്കാണ്. ഇവിടം തൊട്ട് നമ്മുടെ ഈറ്റക്കാടൊക്കെ ഈറ്റക്കാടല്ല, ഇവിടം തൊട്ടേ ഈറ്റ കഴിഞ്ഞിട്ട് നമ്മൾ ആൽമരം പോലെ ഇരിക്കണ മരത്തിന്റെ അവിടെ നിൽക്കണം ഇപ്പൊ. നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇരിക്കാൻ. ഭയങ്കര തണുപ്പൊക്കെയാ ഇവിടെ. എന്തുമാത്രം വള്ളികൾ, വേരാണ് വള്ളിയാണ്, എന്താണ്ട് സാധനം. അതെ, നമുക്ക് ഇതിന്റെ ഇടയ്ക്കടെ ഇനി മേളിലേക്ക് ഇനി എങ്ങോട്ടാ മേളിലേക്ക് എങ്ങനെ കയറി പോണ വഴി കണ്ടുപിടിക്കണം. അതെ, അതാണ് ഡോറേനെ വിളിച്ചാലോ. ഞാൻ ഡോറേനെന്നാണ് പറഞ്ഞേ, ഞങ്ങളുടെ ദൊരേന്നൊക്കെ. ഓ ഈറ്റൊക്കെ കൂടെ വെട്ടിക്കൊണ്ട് പോയി തോന്നുന്നു ഇവിടുന്ന്. സമയല്ലേ അങ്ങനെയൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും വെട്ടിക്കൊണ്ട് പോയില്ല. എന്തെങ്കിലുമൊക്കെ തോട്ടിയാക്കാനോ മാങ്ങ പറിക്കാനോ ഒക്കെ ആയിട്ട്. ആ എന്നാ ചെരുപ്പ് ഇനി അവിടെ അവിടേക്ക്. ആ അതിന് ഗുഹയാണോ? കേറി പോവാണോ? കേറിപ്പോ കേറിപ്പോ. ഇതുവഴി എങ്ങനെ കയറിപ്പോ? നമ്മള് തുരന്ന് കയറിപ്പോണ്ട ഒരു ഫെസിലിറ്റി. നീന്തിപ്പോയോ? അയ്യോ, മുഴിയോ? അയ്യോ അമ്മ. എന്നത് തപസ്സിരിക്കണതോ? എന്നതാ തലേക്കരൊക്കെ എന്നാണ്ടിരിക്കണു. ആ അഗോരികളാ.
അങ്ങനെ ഇരുന്നോ പ്രഭു? വത്സയോ? ഇവിടെ ചുറ്റും ഇനി ഈറ്റ കേട്ടോ. നമ്മൾ അതിന്റെ മണ്ടയിലേക്ക് കയറി പോയിട്ടില്ല. അതിന്റെ മണ്ടയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞാൻ ഇത് കണ്ടപ്പോ എപ്പോഴും ഇപ്പൊ മറ്റേ കൂടി സാധനം പറഞ്ഞു കുയ്യോന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചും പോയില്ലോ. ഇല്ല പാമ്പും വന്നോന്നോ? അതാ ഇപ്പൊ മറ്റേ കൂടി സാധനം മറ്റേ അനാക്കൊണ്ട താരകളൊക്കെ ഇറങ്ങിയത് എങ്ങോട്ട് ഓടും. ചുമ്മാ ഇവിടെ ഇരുന്ന് കരയാനേ പറ്റുള്ളൂ. ഇപ്പൊ മറിഞ്ഞു പോയാലും ബാഗിലോട്ട് ഞാൻ അപ്പൊ ഇച്ചിരി ഒച്ചയ്ക്ക് പറഞ്ഞാ മതി. ഇത് പിടിച്ചേ. Come on. എന്റെ മണ്ടയിലേക്ക് വേണേ. ജസ്റ്റ് ആ എൻഡ് വരും പോയിട്ട് വരാം. ഇങ്ങനെ തീരാണ്ട് ഞാൻ ഇവിടെ ഒന്ന് കയറി നോക്കാം. എന്നാ വനപ്രദേശം. ആയിരിക്കും. റോഡോ? മേളിലേക്കുള്ള വഴിയായിരിക്കും. എന്നാ പിന്നെ മേളിലേക്ക് ഇനി ആ കുന്ന് കയറി ചെല്ലുന്ന പോലെയല്ലേ നമ്മളിപ്പോ. ഗായ്സ് വളരെ പാടുപെട്ട് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കയറിയപ്പോൾ ഇത്രയും പാടില്ലായിരുന്നു ഗൈസ്. അയ്യോ കയറി വരാൻ എന്നെ എളുപ്പമായിരുന്നു അല്ലേ? പോ അമ്മേ തെന്നിയാനിപ്പോ പിടിക്കാവോ? ഓക്കെ വരാം. ഇത് എടുത്തില്ല എന്നുള്ളൂ നോക്കി കാണിക്കാം. ഇറങ്ങി പയ്യെ പോവാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈറ്റക്കാട്. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഈറ്റക്കാട്. ഇറങ്ങി വാ. അപ്പോൾ ഗൈസ് പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഈറ്റക്കാട്. നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് ഇനി നമ്മുടെ വണ്ടി എടുത്തത് പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈറ്റക്കാട് ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും ക്രിസ്മസിനും ഓരോ പരിപാടിക്കും തീറ്റ വെട്ടുന്നത്, നക്ഷത്രം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പം താഴത്തോട്ട് നമ്മൾ പിന്നെയും തിരിച്ചിറങ്ങി വന്നിരിക്കുകയാണ്.
അവിടെ നിന്ന് ഇറങ്ങി വരെ ഇച്ചിരി പാടായിരുന്നു, അതാ വീഡിയോ പിടിക്കാട്ടിരുന്നേ. ഇല്ല പോലെ വാ. ആ വെയിലായി വെയിലായി അല്ലേ? ചെരുപ്പിന്ന് മറ്റേ വെള്ളം കയറിയിട്ട് കിളുകിളുന്നുള്ള സൗണ്ട് കേൾക്കുക. വീടിൻ്റെ ഉള്ളിലേക്ക്, ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറി പോകാൻ പറ്റില്ല, കാരണം വല്ല പാമ്പും പഴുതാരയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കയറി പോകാത്തത്. അല്ലെങ്കിൽ ഒന്ന് കയറി വെക്കാറുണ്ട്. അല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് പേടിയാ. ഓക്കെ അപ്പോൾ ഷൂ ബൈ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ റോട്ടിലേക്ക് എത്താൻ പോവുക. അതെ ഓടല്ലേ. രക്ഷപ്പെട്ടു. ഇവിടെ ഒരു വീട് വന്നുകൊണ്ടിരിക്കുക. അവിടെയോ എന്തൊക്കെ പണി നടക്കുന്നു. വെയിൽ കാരണം നടക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു കേട്ട് തിരിച്ചു പോവുകയാണ്. മടുത്തു പോയി സത്യം പറഞ്ഞ അല്ലേ? അവിടെ ഒന്നും അടുത്തതല്ല, വെയിലിന് തലക്കടിച്ചിട്ട് ബോധം കെട്ട് പോയല്ലേ. അപ്പൊ നമ്മള് പെട്ടിമുടിക്ക് പോയിരുന്നുണ്ടല്ലോ, ഇപ്പൊ ചത്തുപോയേനെ വെയിൽ കൊണ്ട്. ഈ സമയത്തൊന്നും പെട്ടിമുടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പൂവാണെങ്കിൽ വെളുപ്പിനെ കയറും. ആ പൂവാണെങ്കിൽ വെളുപ്പിന് കയറി പോവാം. വെളുപ്പിന് കയറി പോയിട്ടേ കാര്യമുള്ളൂ അല്ലേ? ആരെ വണ്ടി പാത്ത് പോണം. ആദ്യം വണ്ടി വന്നോണ്ടായിരിക്കും അല്ലേ? ആദ്യം വണ്ടി വന്നപ്പോഴേ ഞാൻ ടവർ കാണിക്കാൻ വന്നതാണ്. ആ ഈ ടവർ കാണിക്കാൻ വന്നപ്പോൾ കേട്ടോ ആദ്യം വണ്ടി കയറി വന്ന് മൊത്തം വിഷയമായത്. ജിയോയുടെ ടവർ കണ്ട അല്ലേ? പക്ഷെ ഒരു പ്രയോജനമില്ല, റേഞ്ചില്ല. ആ റേഞ്ചില്ല. ഇത് പിന്നെയും വണ്ടി. വണ്ടികൾ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പോയോ? അപ്പൊ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മള് പോയിട്ട് തിരിച്ച് വീട്ടിൽ മടുത്ത് വന്നിരിക്കുകയാണ്. വേർത്ത് പണ്ടാരടങ്ങി പോയി. ഭയങ്കര വെയിലും ഇതൊക്കെ ആയോണ്ടാ. പക്ഷെ അവിടെ കയറി ചെന്നപ്പോ നല്ല രസമായിരുന്നു. അവിടെ ആർന്നപ്പോ നല്ല തണുപ്പായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല ചൂടായി. കയ്യിൽ മൊത്തം പോയി, കിളിയൊക്കെ പോയിരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കണ്ടവരെ ബൈ.